بسم الله الرحمن الرحيم وصلى الله على محمد وعلى آله وأصحابه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിലിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ലത്തീഫ് സാഹിബ്, സോളിഡാരിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ ഖാൻ, ജില്ലാ സെക്രട്ടറിമാർ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങള്, അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മളിൽ ഏവരിലും വർഷിക്കട്ടെ എന്ന അതിനെ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന യൂത്ത് കഫേ, അതിന്റെ സംസ്ഥാന ഉദ്ഘാടനം വണ്ടൂര് ഏരിയയിൽ വെച്ച് നടത്തി. തുടർന്ന് ഈ ഒരു പ്രോഗ്രാമിൽ നടക്കേണ്ട 2-3 സബ്ജക്റ്റുകളിൽ ഒരു സബ്ജക്റ്റാണ് കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രത. നമ്മൾ ഏറെക്കുറെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ റീൽസ് വാച്ച് ചെയ്യുന്ന ആളുകളാണ്. മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ അധികവും നമുക്ക് പറഞ്ഞു തരുന്നത് പണം എങ്ങനെ സമ്പാദിക്കാൻ എന്നുള്ളതാണ്. ആ പണം സമ്പാദിക്കുന്നതിന്റെ വിവിധങ്ങളായ മേഖലകൾ പറഞ്ഞു തരികയും പണമുള്ളവർക്കാണ് സമൂഹത്തിൽ വിലയും നിലയും ഉള്ളത് എന്ന് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ 90% പ്രശ്ന പരിഹാരത്തിന്റെയും നിദാനം പണം എന്നത് വർത്തമാന കാലഘട്ടത്തിന്റെ വലിയ വർത്തമാനമായിട്ട് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പണം ഉള്ളവർക്കേ നിലയും വിലയുമുള്ളൂ. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരാളെ എങ്ങനെയാണ് അളക്കുന്നത്, ആ അളവുകൾ യഥാർത്ഥത്തിൽ AI കാലഘട്ടത്തിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ അറിയാതെ കയറി നിൽക്കുന്ന ചില രൂപങ്ങൾ, ചില പ്രതീകങ്ങൾ എന്ന് പറയുന്നത് നല്ല കാറ്, നമ്മളുടെ അംഗബലങ്ങൾക്കപ്പുറമുള്ള ആളുകളുടെ മുമ്പിൽ പ്രദർശിതമാകുന്ന വീട്, ആ വീടിന്റെ മഞ്ച്, നമ്മുടെ വസ്ത്രങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും നമ്മൾ ഒരു അളവുകോലായി നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ചില അനുഭവ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് സമ്പത്തിനെ എങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം, പണവുമായുള്ള നമ്മുടെ സമീപനം എങ്ങനെയാവണം എന്നതിന് പുതിയ കാലത്ത് നിന്നിട്ടുള്ള ഒരു വായനയിലേക്കാണ് മുന്നോട്ട് വെക്കുന്നത്. അത് പറയുമ്പോൾ ഈ സംസാരം ഒരു ഫ്രെയിമിൽ നിന്നിട്ടാണ് ഈ സംസാരത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഹലാലായതാണ് നമുക്ക് ഭക്ഷിക്കുവാൻ പറ്റുള്ളൂ, ഹലാലായ രീതിയിലാണ് നമുക്ക് സമ്പാദിക്കുവാൻ പറ്റുകയുള്ളൂ. പലിശ നമ്മുടെ മുമ്പിൽ ഹറാമാണ്, ചൂതാട്ടം നമ്മുടെ മുമ്പിൽ ഹറാമാണ്. ഇങ്ങനെ ഇസ്ലാം നിർണയിച്ച ഒരുപാട് ഹറാമുകളുടെ പട്ടികയുണ്ട്. അതിനൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. അരുതായ്മകളുടെ, അടുക്കുവാൻ പറ്റാത്ത, നമ്മളിൽ ലയിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയുന്നതുണ്ട്.
അതിലേക്കൊന്നും ഇപ്പോൾ ഈ കുറഞ്ഞ സമയത്തിനിടയിൽ ഈ ശ്രദ്ധ കൊണ്ടുപോകുന്നില്ല. മറിച്ച് നമ്മുടെ ഒരു മാനസികാവസ്ഥ നമുക്കറിയാം. നമ്മൾ അറിയാതെ നമ്മളെ ദിനം പ്രതി നമ്മൾ ഒരു മധ്യമ സമൂഹമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് ഉമ്മത്തും വസത്തൻ എന്ന് പറയുന്ന ഒന്നിലേക്കല്ല, മറിച്ച് സാമ്പത്തികമായിട്ട് ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്തുന്നുണ്ട്. അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവേകം അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നിട്ടുള്ള സാമ്പത്തികമായ ആ അവസ്ഥ വെച്ചിട്ട് ഇരുനില മുട്ടിക്കുക എന്ന് പറയുന്നത് വളരെ സ്ട്രെസ് ആയിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് പല ആളുകളും മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, 1,00,000 രൂപ കയ്യിൽ ഉണ്ടായിട്ട് 5,000-ഉം 6,000-ഉം ഒരു മാസം കംപ്ലീറ്റ് ആക്കുന്നതിലേക്ക് വീണ്ടും കടമായി സ്വീകരിക്കുന്ന അവസ്ഥ ഉള്ള ആളുകള്. ഇന്ന് ആളുകളോട് കടം ചോദിക്കാൻ മടിയുള്ളത് കൊണ്ട് തന്നെ കിട്ടിയ സാലറി 15-ാം തീയതിയോടുകൂടി കഴിയുകയും പിന്നെ ബാക്കി 15 ദിവസം ക്രെഡിറ്റ് കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇല്ല എന്നുള്ള നിരന്തരമായ ഒരു മാനസികാവസ്ഥ നമ്മളിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ തന്നെ 400 രൂപക്കും 600 രൂപക്കും 800 രൂപക്കും ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകള് വളരെ കൺകുളിർമയോടുകൂടി അവിടെ മക്കളെ കെട്ടിച്ച് അതുപോലെ തന്നെ അവിടെ പെങ്ങന്മാർക്ക് വേണ്ട സൽക്കാരങ്ങൾ നടത്തി അത്യാവശ്യം നല്ല രീതിയിലുള്ള ജീവിതങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവസ്ഥകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാമൂഹിക പരിസരത്ത് നിന്നിട്ട് എങ്ങനെയാണ് സമ്പത്തുമായി നമ്മൾ കൂടിച്ചേരേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നേരത്തെ പറഞ്ഞ 90% പ്രശ്നങ്ങളുടെയും പരിഹാരം സമ്പത്തിനെ നമ്മൾ മുന്നോട്ട് കാണുകയാണെങ്കിൽ നമ്മൾക്ക് തെറ്റ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസമായി കാണേണ്ടത്. പണം എന്നുള്ളതല്ല നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒന്നായിട്ട് നമ്മൾ കാണേണ്ടത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, 1,00,000 രൂപ ബാങ്ക് ബാലൻസ് ഉള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് 18 രൂപയാണ്. ആ 18 രൂപക്ക് പകരം അദ്ദേഹം ഒരു 500-ന്റെ നോട്ട് എടുത്ത് കൊടുത്ത് അത് ചില്ലറയാക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു വേദനയുണ്ട്, ഒരു പ്രയാസമുണ്ട്. ഈ 18 രൂപ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ 500 രൂപ എനിക്ക് ചില്ലറ ആക്കേണ്ടിയിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്താ രീതി, ഇത് നമ്മുടെ ഇടയിൽ വരുന്ന സംഗതികളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് സമ്പത്ത്? നമുക്ക് 1,00,000 രൂപ ഉള്ള ആളാണോ ഗിനൻ നഫ്സ്, മാനസികമായ ഐശ്വര്യമുള്ള ആള്, അതല്ല 18 രൂപ ഉള്ള ആളാണോ എന്ന് പറഞ്ഞാൽ വേറൊരു ഉദാഹരണത്തിലൂടെ നമുക്കറിയാം, കോഴിക്കോടേക്ക് പോകുക എന്ന് പറയുന്നത് അത് ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ എന്ന് വിചാരിക്കുക. ഒരാളോട് കോഴിക്കോടിലേക്ക് എത്രയാണ്, കാലിക്കറ്റിലേക്ക് എത്രയാണ് ദൂരം എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും 50. വേറെ ഒരാള് കൊണ്ടോട്ടിയിൽ നിന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം 35. അതിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് ചോദിക്കുന്ന ആളെ 10 കിലോമീറ്റർ. ഇങ്ങനെ പറയുന്ന ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായിട്ട് നമ്മെ നിയന്ത്രിക്കുന്ന, അതല്ലെങ്കിൽ 1,00,000 രൂപ ചിലപ്പോൾ വലിയ സംഭവമാവുകയും അതേ 1,00,000 രൂപയുടെ വാല്യൂ ആയിട്ട് 18 രൂപയും 10 രൂപയും നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്ന ഒരുപാട് നിമിഷങ്ങൾ നമുക്കറിയാം. എന്താണോ ഏറ്റവും വലിയ സൗകര്യം എന്നറിയുന്നത് നമുക്കറിയാലോ, വലിയ വീടുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് ആ വീടിന്റെ ഉള്ളിലേക്ക് വില വരുന്ന മഴ തുള്ളികൾ, വെള്ളം വരുന്ന സമയത്ത് നമ്മൾ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും, എത്ര രൂപ ചെലവാക്കി വീട് ഉണ്ടാക്കിയിട്ട് എന്താ സംഭവിച്ചത്? വെള്ളം അകത്തേക്ക് തന്നെയാണ്. എവിടെയോ ഒരു ശൂന്യത. നമുക്കറിയാം, നമ്മൾ നല്ല ഒരു കാറിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ സമ്പാദ്യത്തിലെ നല്ലൊരു വിഹിതം ഉപയോഗിച്ചിട്ട് ഒരു കാർ നമ്മൾ വാങ്ങി. നല്ല ശക്തമായ ഒരു മഴയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണ് കാണുന്നില്ല, കാരണം ഗ്ലാസ്സിലേക്ക് വെള്ളം എടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരു നല്ല കാറിന്റെ ഒരു ടെക്നോളജിയോട് ചോദിച്ചു, ഏതായാലും അൾട്ടോയില് പോയാലും കിയയില് പോയാലും ബെൻസില് പോയാലും നല്ല മഴ പെയ്താൽ ഇതാണല്ലേ കണക്ക്, ഇങ്ങനെയാണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കേരളത്തിന് പറ്റിയ രീതിയിലല്ല കാർ ഉണ്ടാക്കുന്നത്, അത് ജപ്പാനും കൊറിയക്കാരും അവരുടെ ഒരു ശൈലിക്കനുസരിച്ചാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു വില കൊടുക്കുന്നോ ആ വില കൊടുക്കുന്ന ഒന്ന് നമ്മുടെ നിസ്സാരമായ സംഗതിയെ സാക്ഷാത്കരിക്കുന്നുണ്ടോ, പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഇടയിലാണ് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ആ ലളിതമായ ഒരു പ്രാർത്ഥന നമ്മുടെ മുമ്പിലുള്ളത്.
അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅതൈത, നാഥാ നീ നൽകിയ വിഭവങ്ങളിൽ എനിക്ക് ബർക്കത്ത് നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ നിന്നാണ് നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി എന്ന് പറയുന്നത്, സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത്. നമുക്കറിയാം 10 രൂപയും 20 രൂപയും നമ്മളിങ്ങനെ നിസ്സാരമായിട്ട് ഇങ്ങനെ കളയാറുണ്ട്. നമ്മുടെ വല്യമ്മമാരെ, നമ്മുടെ ഉമ്മമാരൊക്കെ വളരെ ലളിതമായിട്ട് പറയാറുണ്ട്, അരി അവരിങ്ങനെ ചേകുന്ന സമയത്ത് അതിൽ നിന്നുള്ള എല്ലാം അങ്ങനെ പൊറുക്കിയെടുത്തതിനു ശേഷം ഒരു പിടി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും. ഒരു പിടിയെ മാറ്റി വെക്കുന്നുള്ളൂ. ആ പിടി പിന്നീട് ഇല്ലാത്ത സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഒരു ചരിത്രത്തിലൂടെ എന്ന് പറഞ്ഞാൽ അതിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയാസം നിറഞ്ഞ വരുവിധിയുടെ കാലഘട്ടത്തിൽ സഹായമായിട്ട് വരുന്ന ആ ഒരു പിടി അരി എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നിസ്സാരമാണെന്ന് വിചാരിക്കും. ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് 4-5 ഡ്യൂട്ടി നമുക്ക് പൂർത്തീകരിച്ച് വരാൻ പറ്റും. പക്ഷേ അത് ഒരു യാത്രയിൽ ഒരു കാര്യം മാത്രം നടത്തും, അടുത്ത യാത്രയിൽ മറ്റൊരു കാര്യം നടത്തും. ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക രീതിയാകുമ്പോൾ ഒരാളുടെ കയ്യിൽ എത്രത്തോളം രൂപയുണ്ടെങ്കിൽ പോലും നല്ല കിണറ്റിൽ നിന്ന് നല്ല വെള്ളമാണ് നമ്മൾ പുറത്തേക്ക് ടാങ്കിലേക്ക് അടിച്ചു കയറ്റുന്നതെങ്കിലും ആ അടിച്ചു കയറ്റുന്ന പൈപ്പിൽ ചെറിയ ചെറിയ ഓട്ടകൾ മതി. ആ ഓട്ടകൾ അതിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, 10 രൂപക്കും 1 ലക്ഷം രൂപക്കും കോടികൾക്കും ഒരേ വില കൊടുക്കുവാൻ അതിന്റെ ഗൗരവത്തോടുകൂടി അതിനെ സമീപിക്കുവാൻ പറ്റണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഈവനിങ് ടീയുടെ ഒരു കാലഘട്ടത്താണ്. ഇതൊന്നും നമ്മൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ പോക്കിനെയോ ഈ സന്തോഷത്തെയോ ഒന്നും കളയാൻ വേണ്ടിയോ ഒഴിവാക്കാൻ വേണ്ടി പറയുകയല്ല. മറിച്ച് ഒരു ഈവനിങ് ഷോപ്പിലേക്ക് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്കത് പോവൽ നമുക്ക് വലിയ സന്തോഷമുള്ളതാണ്, ആനന്ദമുള്ള കാര്യമാണ്. നമ്മൾ 4 പേരുണ്ടാവും, നമ്മൾ മക്കൾ ഒരുമിച്ചാണ് പോകുന്നത്. എന്തിനാണ് നമ്മുടെ ഒരു മാന്യത അനുസരിച്ച് നമ്മളിങ്ങനെ ഒരു മെനു ചാർട്ട് അതിങ്ങനെ എടുത്തു നോക്കും. എന്നിട്ട് വായിക്കുന്ന സമയത്ത് ഓരോ ആളുകൾക്കും വീട്ടിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ നിന്ന് 4 പേർക്ക് ഓരി വെക്കുന്ന സമയത്ത് ഇവിടെ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര ഭക്ഷണമാണ് ബാക്കിയാക്കി പോരുന്നത്. അങ്ങനെ ബാക്കിയാക്കി പോരുന്ന സമയത്ത് ഇതിന്റെ പേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആരും ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണത്തിന് എന്ത് ചെയ്യില്ല, വില പേശാറില്ല. കഴിക്കും, നല്ലതാണെങ്കിലും രുചിയുള്ളതാണെങ്കിലും രുചി ഇല്ലാത്തതാണെങ്കിലും പൈസ അവിടെ കൊടുത്തു പോരുന്നുണ്ട്. പക്ഷെ ഒപ്പം തന്നെ ഒരു ഓട്ട ബക്കറ്റും നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള ഒരു സൂക്ഷ്മതകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈവനിങ് ഷോപ്പിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരു പർച്ചേസിങ് നമ്മൾ പോവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഓറഞ്ച് വാങ്ങണം, മാങ്ങ വാങ്ങണം, ആപ്പിൾ വാങ്ങണം, ഇങ്ങനെ ചെറിയതായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാങ്ങേണ്ടതുണ്ട്. പക്ഷേ ഓറഞ്ച് സീസന്റെ സമയത്ത് ഓറഞ്ചിന് വില കുറയുമെന്നറിയാം. അപ്പോൾ ഓറഞ്ചിനാണ് പ്രാധാന്യം. അതല്ല, ആ സീസണ് പകരമായിട്ട് നമ്മൾ അപ്പോൾ സീസൺ ഇല്ലാത്ത ആപ്പിളിനാണ് പ്രാധാന്യം. ഇതും നമ്മുടെ ഒരു സാമ്പത്തിക ചാപ്റ്റിൽ ഞാൻ വേഗതയിൽ പറഞ്ഞു പോകാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ്. ഇങ്ങനെ തുടങ്ങുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് ഒരു ഏതോ അർത്ഥത്തിൽ ഒരു ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങേണ്ടതുണ്ട്. ആ ഫ്രിഡ്ജ് വാങ്ങേണ്ടത് നമ്മൾ ഒരുപാട് ഒരുപാട് കാലത്തെ താല്പര്യമായിരിക്കാം, ആഗ്രഹമായിരിക്കാം. നമ്മൾ അതിനു വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട്, പണം എടുത്തു വെക്കുന്നുണ്ട്. ആ എടുത്തു വെക്കുന്ന പണം ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ഓണം ഓഫറിന്റെ സമയത്താണോ, ക്രിസ്മസ് ഓഫറിന്റെ സമയത്താണോ, അതല്ല പെരുന്നാൾ ഓഫറിന്റെ സമയത്താണോ എന്ന് ആലോചിക്കുന്നിടത്ത് നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ചിന്തയിൽ ഇത് കടന്നു വരാറുണ്ടാവില്ല. വാങ്ങുക എന്നുള്ള താല്പര്യവും അതുപോലെ തന്നെ ഈ ഓഫർ സമയം എന്ന് പറയുന്നത് എന്റെ സമയത്തോടത്തോളം അത് 1000 രൂപയാകട്ടെ 2000 രൂപയാകട്ടെ അത് സേവ് ചെയ്യുവാനുള്ള ഒരു അവസരം എന്റെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം 1 രൂപ പോലും ഒരാളിൽ നിന്ന് വെറുതെ വാങ്ങുക എന്ന് പറയുന്നത് നമുക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. കാരണം ആരും അങ്ങനെ തരുകയില്ല, വെറുതെ ഒരാളും പൈസ തരുകയില്ല. നമ്മുടെ സമ്പാദ്യത്തിൻ്റെത് എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പണം സമ്പാദിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് വലിയ മനസ്സിന്റെ ഉടമയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ വളർച്ച എന്ന് പറയുന്നത് ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ല. നമുക്കറിയാം, തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ സർവീസിലുള്ള ആളുകളെ കൊണ്ടായിരിക്കും അവിടെ സമ്പന്നത എങ്കിൽ നമ്മൾ മണലാരണ്യത്തിൽ പോയിട്ട് ഇരട്ട പ്രവാസത്തിന്റെ ചുമതലയോടുകൂടിയാണ് നമ്മൾ പണം സമ്പാദിച്ചിട്ടുള്ളത്, നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ കല്യാണങ്ങൾ മൊഞ്ചായിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വസ്ത്രങ്ങളും നമ്മുടെ വാഹനങ്ങളും നമ്മുടെ വീടുകളും എല്ലാം നല്ലതാക്കിക്കൊണ്ടിരിക്കുന്നത്
അങ്ങനെയാക്കുമ്പോൾ നമുക്ക് സമ്പാദിക്കുവാനുള്ള ഒരു മാനസികമായ ചുമതലയുണ്ട്, അല്ലെങ്കിൽ മാനസികമായ ഒരു വളർച്ച, അത് ഏതോ ഒരു ഉൾധ്വനി നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെയുള്ള യാഥാർത്ഥ്യമാകുമ്പോൾ അത് നമുക്ക് ഇസ്ലാമികമായ ചരിത്രത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോയിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അവിടെയുള്ള ആളുകൾ നമുക്കറിയാം, അൻസാരികളായ ആളുകള് അവരുടേതായ ഇണകളെ അവർ കൊടുക്കുകയാണ്, അവരുടെ സമ്പാദ്യത്തെ അവർ വീതം വെക്കുകയാണ്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇവിടെയുള്ള അങ്ങാടി ഒന്ന് കാണിച്ചു തരിക, ആ അങ്ങാടിയിൽ പോയിട്ട് ഞാൻ കച്ചവടം നടത്തിക്കൊള്ളാം, കച്ചവടം നടത്തിയിട്ട് അതിൽ നിന്ന് ഞാൻ സമ്പാദിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള വല്ലാത്തൊരു പ്രചോദിതമായ മനസ്സിന്റെ ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നിട്ടാണ് നമ്മുടെ സമ്പത്തിനെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പത്തിനെ വർദ്ധിപ്പിക്കണം, ഹലാലായ രീതിയിൽ നമ്മൾ സമ്പത്തിനെ വർദ്ധിപ്പിക്കണം. സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന സമയത്ത് തന്നെ സമ്പത്തിനെ ചെലവഴിക്കുന്ന വിഷയത്തിലും നമ്മൾ പ്രത്യേകം ജാഗ്രത ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. പുറത്തേക്ക് ഇടയ്ക്ക് ഇറങ്ങേണ്ടതുണ്ടാവും, റിസോർട്ടിൽ പോയി താമസിക്കേണ്ടതുണ്ടാവും, ടൂർ പോകേണ്ടതുണ്ടാവും, അതുപോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടതുണ്ടാകും. ഇങ്ങനെയുള്ള താല്പര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കേണ്ടതില്ല. നമ്മുടെ താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. പക്ഷെ നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത്, എന്റെ അയൽവാസിയും അതുപോലെ തന്നെ എന്റെ സുഹൃത്തും ഇന്ന സമയത്ത് പോയിട്ട് അത് മനോഹരമായ ഒരു സ്റ്റാറ്റസ് ഇട്ടു, ആ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഇന്ന് എന്തുകൊണ്ട് പോകുന്നില്ല, ഞങ്ങൾക്കും ഇത് പറ്റിക്കൂടെ, അതുകൊണ്ട് ഇങ്ങനെ വിട്ടാൽ പറ്റൂല എന്നുള്ളത് കൊണ്ട് സ്റ്റാറ്റസിന് വേണ്ടിയാണോ നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ പോകുന്നത് എന്ന ഒരു റീതിങ്ക് നമ്മൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമുക്കത് ആവശ്യമാണെങ്കിൽ നമ്മൾ ചെയ്യണം, നമുക്ക് അത് ആഗ്രഹമാണെങ്കിൽ നമുക്കത് ചെയ്യണം. ആ ആഗ്രഹത്തിനോടൊപ്പം തന്നെ 2-3 ആലോചനകൾ, ഇത് ഇപ്പോൾ ചെയ്യേണ്ടതാണോ, അതല്ല കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാളുമായിട്ടുള്ള സാമ്പത്തികമായ ലാഭം നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ കണക്ക് കൂട്ടേണ്ടതുണ്ട്. കാരണം ഇവിടെ ഒരു മുതലാളിത്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. മുതലാളിത്തത്തിന്റെ സംഭവ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിമനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഒരു പർവ്വതം നിറയെ നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടായെങ്കിൽ അടുത്ത പർവ്വതവും സമ്പാദിക്കണം എന്നുള്ള ഒരു ധ്വനിയുള്ള മനുഷ്യനും ഒരു ഹൃദയവുമായിട്ടാണ് ഓരോ മനുഷ്യരും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് സുലഭമായിട്ട് ക്രെഡിറ്റ് കാർഡ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഫെഡറൽ ബാങ്കിൽ നിന്നാവട്ടെ മറ്റു പല ബാങ്കിൽ നിന്നാവട്ടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ചെലവുമില്ല, ഞങ്ങൾ ക്രെഡിറ്റ് കാർഡ് നൽകുകയാണ്, നമുക്ക് സന്തോഷമായിരിക്കും. കാരണം റബ്ബർ വെട്ടുന്ന ആളാവട്ടെ, കൂലിപ്പണിക്കാരന് പോകുന്ന ആളാവട്ടെ, എല്ലാവരുടെ കയ്യിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. കാരണം പിന്നെ അത് ഉപയോഗപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മറവിയെ ചൂഷണം ചെയ്യുവാനുള്ള ഒരു മുതലാളിത്ത കാഴ്ചപ്പാട് ഇവിടെ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മറവിക്ക് ഞാൻ ഇരയാവുകയില്ല എന്നുള്ള ഉത്ബുദ്ധ ബോധം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമ്പത്തിക വീക്ഷണം എന്ന് പറയുന്നത് അത് ഭദ്രതയിലേക്ക് കടന്നു വരുന്ന ഒന്നായി മാറും. ഇങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അലമാറയിൽ എത്രത്തോളമാണ് ഡ്രസ്സ് ഉള്ളത്, ഈ ഡ്രസ്സ് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, അത് എവിടെയെല്ലാമാണ് ഇടുന്നത്, ഇതിനെല്ലാം നമ്മൾ കൃത്യമായ ഒരു ബോധ്യമുണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പണത്തിന്റെ ഒരു ഓട്ട ബക്കറ്റ് നമ്മളിൽ നിന്ന് ഇല്ലാതാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, സമ്പത്ത് എന്നുള്ളത് അതിന് വർദ്ധനവിന് ഒരേ ഒരു നിദാനം മാത്രമേ ഉള്ളൂ. അത് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അൻബതത് സബഅ സനാബിൽ ഫീ കുല്ലി സുംബലത്തിൻ മിഅത ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലെ ഒരു ധാന്യമണിയുണ്ട്. ആ ധാന്യമണി നിങ്ങൾ പാടത്ത് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ വയലിൽ അതല്ലെങ്കിൽ മറ്റുവിടത്തെ നിങ്ങളൊന്ന് കുഴിച്ചു വെക്കുന്നു. എന്നിട്ട് അതിൽ നിന്നൊരു കതിര് വരുന്നു, അതിൽ നിന്ന് 7 കതിരുകളായിട്ട് വരുന്നു, അതിൽ നിന്ന് ഒരുപാട് ധാന്യങ്ങള് ഇങ്ങനെ ഇരട്ടിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു ട്രസ്റ്റിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചപ്പാട് ഇസ്ലാം പറയുന്നു. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബില് മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ സകലമായ സ്പീക്കേഴ്സും അതെടുത്ത് പരിശോധിച്ചോളൂ. അവർ പറയും, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങൾ സർവീസിലേക്ക് നിങ്ങളുടെ സമ്പാദ്യത്തെ കൊടുക്കുക എന്ന കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാം അതിമനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, കൊടുക്കും തോറും വർദ്ധിക്കുക എന്ന് പറയുന്ന ഒരു ബിലീഫ് സിസ്റ്റം അവിടെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു
ഒരു ട്രസ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് നൽകും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സാക്ഷ്യങ്ങളാണ്. നമ്മുടെ കച്ചവടക്കാരായ ആളുകള് അവരുടെ കയ്യിലുള്ള പണം കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുമ്പോൾ അവർ രാവിലെ ആരാണ് വന്നത്, വൈകുന്നേരം എനിക്ക് ഇത്ര കിട്ടിയാൽ തരാമെന്നുള്ളതല്ല. നിങ്ങളൊക്കെ ഒരുപാട് കറക്ഷന് വേണ്ടി ഇറങ്ങാറുണ്ട്. ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ബിസിനസ് ചെയ്യുന്ന മനുഷ്യന്മാരോട് കാണാറുണ്ട്. അവരുടെ പെട്ടിയിൽ വരാത്ത പൈസ പോലും അവർ ഓഫർ ചെയ്തിട്ട് കൃത്യമായ മാസങ്ങളെ കൊണ്ട് അവർ വെക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം, കൊടുത്താൽ വർദ്ധിക്കുന്ന ഒന്നാണ് സമ്പത്ത് എന്നുള്ളത്. അതുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു കൊണ്ടിരിക്കുക. അത് വളരെ കൂടുതലായിട്ട് വളർന്നുകൊണ്ടിരിക്കും. ഒപ്പം തന്നെ ഹലാലായത് ഭക്ഷിക്കുക എന്നുള്ളതായിരിക്കണം. നമുക്കറിയാം, ഇന്ത്യയെ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ലോട്ടറി ഒരുപാട് സംസ്ഥാനങ്ങളിലെ നിരോധിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് ലോട്ടറി നടക്കുന്നുള്ളത്. പക്ഷെ 90% ലോട്ടറി കച്ചവടം നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്, ഈ കൊച്ചു കേരളത്തിലാണ്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ചൂഷണങ്ങളുടെ ഒരു വലിയ കമ്പോളം നമ്മുടെ നാട്ടിലുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെയുള്ള ഒരുപാട് ചതിക്കുഴികൾ നമുക്കറിയാം, ഓഫറുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഇത് നമുക്ക് കൃത്യപ്പെടുത്തുവാൻ സാധിക്കണം. അങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമ്പത്തികമായ അഭിവൃദ്ധി എന്ന് പറയുന്നത്, അതിന്റെ ഭദ്രത എന്ന് പറയുന്നത്, അത് നമ്മുടെ മുന്നോട്ട് പോക്കിന് വളരെ സഹായകരമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ദുനിയാവിലെ സൗഭാഗ്യം എന്ന് പറയുന്നിടത്ത് നല്ലൊരു വീടുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു വീടിനോടൊപ്പം തന്നെ നല്ലൊരു ഇണയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഇണയോടൊപ്പം തന്നെ പറയുന്നുണ്ട് നല്ലൊരു വാഹനത്തെ കുറിച്ച്. വാഹനം നമുക്ക് ആവശ്യമാണ്. ആ വാങ്ങുന്ന സമയത്ത് എനിക്ക് എന്റെ ബാങ്ക് ഇത്ര രൂപ ലോൺ തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം 5-10 ലക്ഷം രൂപയുടെ കാറ് മതി. പക്ഷെ അവിടെ പോയിട്ട് 20 ലക്ഷം രൂപയുടെ കാറ് വാങ്ങേണ്ടതില്ല. എന്നിട്ട് ആ കാറിന്റെ അടവ് തീർക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടേണ്ട ആവശ്യമില്ല. അവിടെയാണ് എന്റെ കയ്യിൽ ഇപ്പോൾ 4 ലക്ഷമുണ്ട്. വേണമെങ്കിൽ അതിലേക്ക് 1 ലക്ഷം രൂപ എന്റെ സുഹൃത്തിനോട് കടം ചോദിച്ചാൽ അതും കൂടെ കിട്ടും. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഞാൻ ഒരു കാറ് വാങ്ങാം. ആ കാറിനെ ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. എങ്കിൽ അടുത്ത ഘട്ടത്തിൽ തീർച്ചയായിട്ടും മറ്റൊരു കാറ് വാങ്ങാൻ നമുക്ക് സാധിക്കും. നേരെ മറിച്ച് ഒരു കാറ് വാങ്ങുന്നു, ആ കാറ് നമ്മൾ ഒരു ലോണിനിടുന്നു, എന്നിട്ട് അതിന്റെ അടവ് തന്നെ തീർക്കാൻ പറ്റുന്നില്ല, അതിലേക്ക് എണ്ണയും അടിക്കണം. ആ കാർ പോർച്ചിൽ കിടക്കുകയല്ലാതെ അതിനപ്പുറം അതുകൊണ്ട് വേറൊരു ഉപയോഗവും നമുക്കുണ്ടാവില്ല. മറിച്ച് നമ്മൾ കടക്കാരനായിട്ട് അസ്വസ്ഥപ്പെടുന്ന നെഞ്ചവുമായിട്ട് ജീവിക്കേണ്ട അവസ്ഥയും നമ്മൾ സംഭവിക്കും. അതുകൊണ്ട് നമ്മുടെ ആവശ്യം നമുക്കറിയുള്ളൂ. ധൂർത്തിനെ കുറിച്ച് നിർവചിക്കുന്ന സമയത്ത് ആ ധൂർത്ത് എങ്ങനെയാണ് നിർവചിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്കെയിൽ കൊടുത്തിട്ട് ഇതാണ് ഇങ്ങനെയാണ് ധൂർത്ത് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു ജീവിത നിലവാരത്തെ കുറിച്ച് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ധൂർത്ത് എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് കൃത്യപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ കൃത്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സമ്പത്തിന്റെ വർധനവ്. ഞാൻ ഒരു രണ്ട് ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. എന്റെ അടുത്ത് ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 2 ലക്ഷം രൂപയുടെ 2 ലക്ഷം രൂപയാണ് സാലറി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാലറി ലഭിക്കുന്ന ഈ സുഹൃത്തിന്റെ കയ്യിൽ ഒരു 5 പൈസ പോലും ബാക്കിയില്ല. കടമാകുന്നു. ഒരുപാട് ക്രെഡിറ്റ് കാർഡിൽ ഒരു 5 ക്രെഡിറ്റ് കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതുപോലും അടക്കാൻ വേണ്ടി അദ്ദേഹം പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെലവ് എന്ന് ചോദിച്ചാൽ, സാധാരണ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ പ്രൈവറ്റ് സ്കൂളിൽ അദ്ദേഹത്തിന്റെ മക്കൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു വീട് വെക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഇത്രത്തോളം വന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇത് കൃത്യമല്ലാത്ത സാമ്പത്തികമായ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട്, സാമ്പത്തികമായ അച്ചടക്കമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ആ സുഹൃത്തോട് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യുക, എത്ര രൂപ കടത്തിലേക്ക് കൊടുക്കാനുണ്ടെങ്കിലും ഒരു 2000 രൂപ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. 2000 രൂപ അവിടെ വെക്കുക. അങ്ങനെ ആ 2000 രൂപ മാത്രം എടുത്തു വെക്കുക. ബാക്കി നിന്റെ കടം വീട്ടിക്കോളൂ. അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ അദ്ദേഹത്തിന് തോന്നി, എന്റെ കയ്യിൽ കുറച്ചൊക്കെ പൈസ ഉണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന് കടം ചോദിക്കാതെ തന്നെ പിന്നെ ഒരു ധൈര്യമായി. കാരണം കടം ചോദിച്ചാൽ തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. ഞാൻ ഇത് പറഞ്ഞത് അങ്ങനെ ചെലവാക്കാനോ അതല്ലെങ്കിൽ ആ എക്സാമ്പിള് നമ്മളിൽ അപ്ലൈ ചെയ്യുവാനല്ല, മറിച്ച് 100 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ പോലും 25 രൂപയെങ്കിലും എടുത്തു വെക്കുവാനുള്ള ഒരു മാനസികമായ ധൈര്യം നമ്മൾ കാണിക്കുന്നിടത്താണ് സാമ്പത്തിക അഭിവൃദ്ധി എന്ന് പറയുന്നത്, അതിന്റെ ഭദ്രത എന്ന് പറയുന്നത്. അതുകൊണ്ട് സമ്പത്ത് എടുത്തു വെക്കുവാനുള്ള
ശീലമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു 300 രൂപ മാത്രം കടയിൽ നിന്നാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മയും അതുപോലെ തന്നെ 3 പെങ്ങന്മാരുമുള്ള ഒരു സുഹൃത്ത്. അദ്ദേഹം ഇങ്ങനെ ചോദിക്കും, കാരണം ഒരു സുന്നി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫാമിലിയിലാണ്. കാരണം നേർച്ച ആണ്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് കഴിക്കേണ്ടതുണ്ട്. കാരണം ഉപ്പ മരണപ്പെട്ടിട്ട് 10 വർഷമായി. 10 വർഷം കഴിഞ്ഞാലും ആ ആണ്ട് വളരെ കൃത്യതയോടുകൂടി നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മാമൂലുകളുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന് വെറും കടത്തോടു കൂടി പോകുന്നത്? വെറും 300 രൂപയാണ് ദിവസം കിട്ടുന്നത്. എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ കൊടുത്ത ഉത്തരം, അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ ചെറിയ സംഖ്യകൾ സ്വരൂപിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം നടപ്പിലാക്കുവാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു ലോ ക്ലാസ്സിൽ നിന്നുകൊണ്ട് എങ്ങനെയാണോ അദ്ദേഹത്തിന് നടത്തേണ്ടത് അത് നടത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്തുമായി നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മൾ അത് കൂടുതൽ ഹലാലായ രീതിയിൽ സമ്പാദിക്കുക എന്നതോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, ഹലാലായ ആഗ്രഹങ്ങൾ നമുക്ക് നടത്തുന്നതോടൊപ്പം തന്നെ ഓട്ട ബക്കറ്റുകളെ സൂക്ഷിക്കുകയും അതിന് കൃത്യതയോടുകൂടി അതിനെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് വർധനമുണ്ടാകും. ഒരു സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടുകൂടി പല ആളുകൾക്കും പലതും ചെയ്തു കൊടുക്കുവാൻ നമുക്ക് പറ്റുകയുള്ളൂ. നമ്മുടെ കരുത്ത്, ഈ മുസ്ലിം സമുദായത്തിന്റെ കരുത്ത് നമ്മുടെ സമ്പത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ സമ്പത്ത് ഉപയോഗിച്ചിട്ട് സേവനങ്ങൾ ചെയ്യുന്നത്, ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ ജനങ്ങൾക്ക് മുന്നിൽ നേതൃത്വം കൊടുക്കുന്നത്. ഇതിൽ നമ്മുടേതായ സമ്പന്നരായ ആളുകളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയം, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, കൂടുതൽ സമ്പാദിക്കുവാൻ, ആ സമ്പാദിക്കുന്ന സമയത്ത് മക്കളെയും കുടുംബത്തെയും എല്ലാത്തിനെയും മറന്ന് നിങ്ങൾ പെരുമ നടിച്ചുകൊണ്ട് അഹങ്കാരത്തോടു കൂടി നടക്കുക എന്നുള്ളതല്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അവരെ നിന്നരായി കാണുകയും ആകാശത്തോളം ഉയരുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയാണ്. അതിനപ്പുറമായിട്ട് ഈക്വൽ റെസ്പെക്റ്റോടുകൂടി നമ്മുടെ സമ്പത്തിനെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഹലാലായി സമ്പാദിച്ച് ഹലാലായി ഇത് കൊടുത്ത് ഹലാലായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത് അത് കൂടുതൽ അഭിവൃദ്ധിയോടുകൂടി പോയിട്ട് നാളെ മരിച്ചു പോകുന്ന സമയത്ത് എന്റെ സമ്പാദ്യത്തിന്റെ രീതിയിൽ എന്റെ മക്കൾ അത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗതികേട് ഞങ്ങൾ അവർക്ക് ഉണ്ടാകുകയില്ല. അവർക്ക് ഇതാ ഞങ്ങൾ സമ്പാദിച്ചതിന്റെ കുറച്ച് സമ്പാദ്യം നിങ്ങൾക്കുമുണ്ട്, അതിൽ ജീവിച്ചു കൊള്ളുക, ബാക്കി നിങ്ങൾ സമ്പാദിച്ചു കൊള്ളുക എന്ന അഭിമാനത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ സാമ്പത്തികമായ അച്ചടക്കം ആവശ്യമാണ്. അതിനപ്പുറമായിട്ട് ഇത്രയെത്ര കടങ്ങളൊക്കെ ഉണ്ട്, ഇതാ മൂത്ത മകൻ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ഇളയ മകൻ ഏറ്റെടുക്കും, അല്ലെങ്കിൽ നമ്മളെ ജ്യേഷ്ഠൻ ഏറ്റെടുക്കും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കടക്കാരനായി മാറുന്നതിനപ്പുറമായിട്ട് സമ്പന്നതയിൽ സമൃദ്ധിയോടുകൂടി അഭിവൃദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.